ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് മേക്കിങ്ങിൻ്റെ ഫൈനൽ പാർട്ടായിട്ടാണ്. കഴിഞ്ഞ പാർട്ടുകളിൽ നമ്മൾ വാഷി ടേപ്സും സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് പരീക്ഷണത്തിൽ തുടങ്ങാനാണ് വിചാരിച്ചത്. പിന്നെ പരീക്ഷണം എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, പക്ഷേ ഭൂരിഭാഗം ചീറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് വാക്സ് സീൽസ് ആണ്. കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഉണ്ടാക്കാൻ തോന്നിയിട്ടില്ല. കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അട്ടർ ഫ്ലോപ്പേക്കാരം. വിചാരിച്ച പോലെ തന്നെ ഫസ്റ്റ് ഞാൻ ഗ്ലൂ ഗൺ ഇതേപോലത്തെ ഒരു പേപ്പറിലാക്കിയിട്ട് പെയിൻറ്റിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് ഫ്ലോപ്പായി കിട്ടി. പിന്നെ ഞാൻ ഉപയോഗിച്ച പരീക്ഷണമാണ് ഇതുപോലെ ഒരു പിക്ചറുള്ള പേപ്പർ എടുത്തിട്ട് അതിലോട്ട് ഗ്ലൂ ഗൺ ആക്കിയിട്ട് ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ബ്ലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. ഇനി നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ പേപ്പർ ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പിക്ചർ വരച്ചിട്ട് അതിൻ്റെ മേലെ ഗ്ലൂ ഗൺ ആക്കി ഇതുപോലെ ചെയ്താൽ മതി. ഇതെനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയില്ല കാണാൻ. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റാമ്പ്സ് ആണ്. ഇത് ഇത്തിരി പണിയാണ് സംഭവം, അതിൻ്റെ കട്ടിങ്ങിലാണ് പ്രശ്നം. ഞാൻ കട്ട് ചെയ്ത് ഒന്നാമത് കൊളായി. സോ ഇത് കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് നിങ്ങൾക്ക് ഒന്നും കൂടി പ്രശ്നമാവും. അപ്പം ഈ വീഡിയോ കണ്ട് നോക്കുക. ഇനി കണ്ടിട്ടും മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊരു പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ സിഗ്സാക്ക് പോലെ കട്ട് ചെയ്യുക. സിഗ്സാക്ക് പോലെ കട്ട് ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ ഇടയിൽ ഓരോ സിഗ്സാക്കിൻ്റെ ഇടയിലായിട്ട് ഇത്തിരി സ്പേസ് വിടാൻ മറക്കരുത്. അപ്പോഴേ അതൊരു സ്റ്റാമ്പ് ആവുള്ളൂ. ഇനി ഓരോ സൈഡിലും നിങ്ങളുടെ ക്രിയേറ്റീവ് അനുസരിച്ച് ഓരോ പിക്ചേഴ്സ് വരച്ചെടുക്കാം. പിന്നെ എൻ്റെ ക്രിയേറ്റിവിറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കളേഴ്സായിട്ട് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്രീൻ കളറും പിന്നെ പർപ്പിളിൽ കുറച്ച് ബ്രൗൺ മിക്സ് ചെയ്തിട്ടും പിന്നെ കോഫി പൊടിയിട്ടും പിന്നെ ഏതോ ഒരു കളറ് രണ്ടെണ്ണം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സ്റ്റാമ്പ്. ഞാൻ വേറൊന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ സംഭവമില്ലെങ്കിലും എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ ടോട്ടലായിട്ടുള്ള ഐറ്റംസ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.